നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ ആയി മാറുന്നുണ്ട് നമ്മൾ. അങ്ങനെ തന്നെ അല്ലേ? നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ അത് തന്നെയാണ് പുറമേയും. അപ്പൊ നമ്മളിൽ വരുന്ന ഓരോ മാറ്റങ്ങളുടെയും കാരണം മറ്റുള്ളവരാണോ നമ്മളാണോ? നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയ്ക്ക് കാരണം നമ്മൾ തന്നെയല്ലേ? അപ്പൊ എങ്ങനെ നമുക്ക് പൂർണ്ണമായ ആരോഗ്യത്തോടുകൂടി ജീവിക്കാം? അതിന് എന്തൊക്കെ ചെയ്യേണ്ടതായി വരും? നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയായിരിക്കണം? ഈവൻ നമ്മൾ ശ്വസിക്കുന്നത് പോലും നാം അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വരും? ഇതിൽ നമുക്ക് മുൻപോട്ട് എങ്ങനെയൊക്കെ പോവാൻ സാധിക്കും? നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. ഓക്കെ. പോസിറ്റീവ് തോട്ട്സ്. അവയർനെസ്സോടു കൂടി പോവുക. ഒരാൾ ദിവസം മുഴുവനും ചിന്തിക്കുന്നത് എന്താണോ അതാണ് അയാൾ. അപ്പൊ ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ചിന്തകൾ എങ്ങനെയായിരുന്നു? അത് നമ്മളെ എങ്ങോട്ടേക്കാണ് എത്തിച്ചിട്ടുള്ളത്? ഒന്ന് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് നോക്കുക. നമുക്ക് എന്ത് മാറ്റം വരണമെങ്കിലും നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ മാറ്റം വരണം. ഓക്കെ. അതായത് നമ്മുടെ ഉപബോധ മനസ്സും ബോധ മനസ്സും സമാധാനത്തോടെയും പൊരുത്തത്തോടെയും പ്രവർത്തിക്കുമ്പോൾ രോഗമോ കലഹമോ ഉണ്ടാകില്ല എന്നുള്ളതാണ്. ലോജിക്കലി ചിന്തിക്കുന്നതും ആ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നതും ആ ഉള്ളിൽ എന്തൊക്കെയാണോ നടക്കുന്നത് ഇത് തമ്മിൽ പൊരുത്തമുണ്ടാകുമ്പോൾ അവിടെ കലഹമോ രോഗമോ ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? രോഗത്തിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം? എന്റെ ആരോഗ്യത്തെ കുറിച്ച് ഞാൻ ഇന്ന് എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട്? എന്റെ ആരോഗ്യം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഉള്ളവർ കുറച്ചു പേര് എന്തായിരിക്കണം, വീഡിയോ മോഡിൽ ഇരിക്കുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം ഉണ്ടാവും. കാരണം നമുക്ക് കുറെ കാര്യം ഇന്ററാക്ഷനിലൂടെ പറഞ്ഞു പോവാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അതായത് നമ്മുടെ ചിന്തകൾ നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മളെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ചിന്തകള്, ഒരാളോടുള്ള ദേഷ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ആ ദേഷ്യം നമ്മളെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? പോസിറ്റീവ് ആയിട്ടാണോ ബാധിക്കുന്നത്? എങ്ങനെയായിരിക്കും ബാധിക്കുക? യെസ്. നമ്മളെ ബാധിക്കുന്നത് ആ ഒരു ചിന്ത. നമ്മൾ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കും തോറും അവർക്ക് എന്തെങ്കിലും സംഭവിക്കും. പണ്ടത്തെ രീതിയിൽ പറയുമ്പോ പറയാറുണ്ടല്ലോ, എന്റെ നാവ് കൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അതേപോലെ തന്നെ ഫലിക്കും, അതുകൊണ്ട് അവർക്ക് അങ്ങനെ വരട്ടെ അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോൾ അത് നമ്മളിൽ തന്നെ അത് അങ്ങനെ പ്രകടമാവുകയും നമ്മൾ അതിന് അഡിക്റ്റ് ആകുകയും നമ്മൾ അതിനെ അട്രാക്ട് ചെയ്യുകയും ആണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ രോഗാവസ്ഥ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് നോക്കുക. ആ രോഗാവസ്ഥയെ കുറിച്ച് ഇന്ന് ഞാൻ ചിന്തിച്ചത് തന്നെയല്ലേ ഞാൻ കണ്ടിന്യൂസ്ലി ചിന്തിക്കുന്നത്? അല്ലെ ഇന്ന് ഞാൻ ചിന്തിച്ചത് തന്നെയല്ലേ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട്, അല്ലെ ഒരു മാസമായിട്ട്, ഒരു വർഷമായിട്ട്, അല്ലെ ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്? അപ്പൊ ഞാൻ അതിനെ എൻ്റെ കൂടെ കൂട്ടുകാരിയായി അല്ലെ കൂട്ടുകാരനായി ചേർത്ത് നിർത്തുകയല്ലേ ചെയ്യുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. അതേപോലെ തന്നെ നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുന്നതില്, ഭയപ്പെടുന്നതിലൂടെ, അസൂയപ്പെടുന്നതിലൂടെ, അല്ലെങ്കിൽ പ്രതികാരമുള്ളതിന് മാറുന്നതിലൂടെ എപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നേ? ആരെയാ വേദനിപ്പിക്കുന്നേ? നമ്മളെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. അപ്പോ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ അതില് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഒരു ദേഷ്യത്തെ നമ്മുടെ ഉള്ളിലൂടെ കൊണ്ട് നടത്തുമ്പോൾ ആ ഒരു ദേഷ്യം നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും എത്തുന്നുണ്ട്. ആ കോശങ്ങളിൽ നിന്നും അത് അവിടെ തന്നെ കിടന്ന് ജീർണിച്ച് ജീർണിച്ച് പല രോഗങ്ങളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ റിലീസ് ചെയ്യുന്നില്ല.
അതുകൊണ്ട് തന്നെ പിന്നീട് വരുന്ന ഓരോ ചിന്തകളിലും അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങളിലും ആ കാര്യങ്ങളെല്ലാം കൂട്ടുകൂടി ഒരുമിച്ച് വന്നിട്ട് നമ്മളെ ആക്രമിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ എന്താ പറയുന്നത്? അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെ ഇവരിങ്ങനെ ചെയ്തത് കൊണ്ടാണ്, അല്ലെ മഴ നനഞ്ഞത് കൊണ്ടാണ്, അങ്ങനെ പല കാരണങ്ങൾ നമ്മൾ നിരത്തുന്നുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മുടെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന് നമ്മൾ നോക്കുന്നില്ല. ഈവൻ ഒരു പനി വരുന്നു, ചുമ വരുന്നു, ഇതൊക്കെ വരുമ്പോഴും എൻ്റെ ഉള്ളിലൂടെ കടന്നുപോയ ചിന്തകൾ എന്താണെന്നൊന്ന് തിരിച്ചറിയുകയാണെങ്കിൽ, അതിന്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ആ രോഗത്തെ ഭേദമാക്കാൻ സാധിക്കും. ഇപ്പോൾ പലപ്പോഴും ചോദിക്കും, മെഡിസിൻ ഒന്നും ഇല്ലാണ്ടാണോ? മെഡിസിൻ കഴിക്കേണ്ടതിന് കഴിക്കുക, പക്ഷേ നമുക്ക് നമ്മുടെ മൈൻഡ് പവറിലൂടെ, ഹീലിംഗ് പ്രോസസ്സിങ്ങിലൂടെ നമുക്ക് ഏതൊരു രോഗാവസ്ഥയും നമ്മളിൽ നിന്ന് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് ഒരു ദിവസം ചെയ്തത് കൊണ്ടോ 2 ദിവസം ചെയ്തത് കൊണ്ടോ കാര്യമില്ല. നമ്മൾ പൂർണ്ണമായും അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളത് മാറ്റണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളിൽ ഏതൊരു രോഗാവസ്ഥ ഉണ്ടെങ്കിലും ആ ഒരു രോഗാവസ്ഥയെ നമുക്ക് മാറ്റണമെങ്കിൽ നിരന്തരം നമ്മൾ അതിനെക്കുറിച്ചുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു രോഗാവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ അതിന്റെ എൻഡിങ് റിസൾട്ട് എന്താണോ അതിനെ നമ്മുടെ ഉള്ളിൽ കാണുക തന്നെ വേണം. അതിനെ കണ്ട് അതിനെ ചിത്രീകരിക്കുമ്പോൾ നമ്മൾ വെറുതെ മനസ്സിൽ കണ്ടാൽ പോരാ, അതിലപ്പുറം നമ്മുടെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങളിലും ഓരോ കോശങ്ങളിലും ആ കാര്യങ്ങളൊക്കെ എത്രത്തോളം എഫക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അല്ലെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. നമ്മളെല്ലാവരും വിശ്വാസമുള്ളവരാണ്. ആ വിശ്വാസത്തിലൂടെ ഞാൻ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ ശ്വാസം എൻ്റെ ഉള്ളിലേക്ക് എല്ലാ സ്ഥലത്തും എത്തിപ്പെടുന്നുണ്ട് എന്ന് ഞാൻ അറിയുകയും ആ ശ്വാസം എൻ്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും എത്തിപ്പെട്ട് അത് ആരോഗ്യത്തോടെ ഇരുന്ന് അതിലൂടെ എൻ്റെ ശരീരത്തിലെ ഓരോ ഓർഗൻസും ആരോഗ്യത്തോടെ ആകുകയും അതിലൂടെ എൻ്റെ ശരീരം ഫുൾ പവറിലാകുകയും ഫുൾ ഹെൽത്തി ആവുകയും ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിനാണ് നാം അറിയേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസം, അല്ലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്, അത് ഫെയ്ത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ സാധിക്കും എന്നതിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നുണ്ടോ? അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കും? ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമ്മൾ ഒരുപാട് ടൂൾസുകൾ പഠിക്കുന്നുണ്ട്. അഫർമേഷൻസ് പഠിക്കുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പഠിക്കുന്നുണ്ട്, ഈവൻ ടാപ്പിംഗ് പഠിച്ചിട്ടുണ്ട്, മൈൻഡ് പവർ യൂസ് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ട മെയിൻ പാർട്ട് നമ്മുടെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെങ്കിലും അതിലുള്ള ഒരു വിശ്വാസം എന്നുള്ളതാണ്. ആ വിശ്വാസം നമ്മെ സൃഷ്ടിച്ചവൻ ആരാണോ അവനിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലൂടെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടേ? നമുക്ക് വേണ്ടുന്ന ഏതാണോ നമുക്ക് ഈസി ആയിട്ട് വിശ്വാസത്തോടുകൂടി ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂൾ എന്നുള്ളത് മനസ്സിലാക്കി ആ ഒരു ടൂളിൽ നിരന്തരമായി വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരുപാട് റിസൾട്ടുകൾ എത്തിക്കാൻ സാധിക്കും. ഇപ്പൊ അഫർമേഷൻ മാത്രം ചെയ്ത് റിസൾട്ടിലേക്ക് എത്തിയ ഒരുപാട് പേരുണ്ട്. അതേപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് മാത്രം റിസൾട്ടിലേക്ക് എത്തിയവരുണ്ട്. ഈവൻ ഹീലിംഗ് തെറാപ്പി ടാപ്പിംഗ് ചെയ്തിട്ട് പൂർണ്ണമായും ഹീലായി അവർക്ക് അവരുടെ ആരോഗ്യവും സമ്പത്തും എല്ലാം തിരിച്ചു പിടിച്ചവരുണ്ട്. അപ്പൊ ഇതിൽ ഏത് ടൂള് ചെയ്യുമ്പോഴും നമ്മൾ അറിയേണ്ടത് നമ്മൾ അതിൽ കൊടുക്കുന്ന വിശ്വാസം എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളതും അത് അറിഞ്ഞുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ടൂൾ ഏതാണോ, ഈസി ആയിട്ട് തോന്നുന്ന ടൂൾ ഏതാണോ ആ ടൂളിൽ നിരന്തരം പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ നമ്മൾക്ക് ആദ്യം വിശ്വാസം ഉണ്ടാവണം, ഞാൻ ആരോഗ്യവതിയാണ് എന്നുള്ളത്. ഞാൻ ആരോഗ്യവതിയാണ് എന്ന് ഞാനൊന്ന് ചിന്തിക്കുമ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് പറയാണ് എൻ്റെ കാലിന് വേദനയുണ്ട്, നടുവിന് വേദനയുണ്ട്, ഇങ്ങനെ എൻ്റെ കണ്ണിന് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മളെ ഉണർത്തിക്കുമ്പോഴും എൻ്റെ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞാൻ ആരോഗ്യവതിയാണ് എന്ന് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയും നാം നമ്മുടെ അവയവങ്ങളോടെല്ലാം ക്ഷമ ചോദിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ അവിടെ റിസൾട്ട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്.
അപ്പോ നാം അറിയേണ്ടത് നമ്മുടെ ഓരോ അവയവങ്ങളെയും നാം പൂർണ്ണമായും അംഗീകരിക്കുകയും അറിയുകയും സ്നേഹിക്കുകയും ചെയ്യണമെന്നുണ്ട്. നാം പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങൾ, നമ്മുടെ ശരീരത്തിൽ വരുന്ന ഓരോ അവയവങ്ങൾക്ക് വരുന്ന മാറ്റങ്ങളിലും നാം ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ട്. നമ്മുടെ കൈകളെ, കാലുകളെ ഒന്നും നമ്മൾ എന്ത് ചെയ്യാറില്ല, കെയർ ചെയ്യാറില്ല. പക്ഷെ ഇവൻ ഇപ്പോ മനസ്സിലാകും, നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് എത്ര മൂല്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് അറിയുന്നത്. അതുവരെ നമ്മൾ അതിനെ കെയർ ചെയ്യാറില്ല. ഓരോ ഓരോ സ്വഭാവത്തിൽ അഡിക്റ്റഡ് ആകുമ്പോഴും നമ്മൾ അതിനെ ശ്രദ്ധിക്കാറില്ല. ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു കിക്കിലാണ് നമ്മൾ ഇരിക്കാറുള്ളൂ. മീൻസ് ഇപ്പൊ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യത്തിലാണേലും റീൽസ് കാണുന്ന കാര്യത്തിലാണേലും നമ്മൾ ഫോൺ ഒരുപാട് യൂസ് ചെയ്ത് നമ്മുടെ കണ്ണുകളെ ബുദ്ധിമുട്ടിക്കുമ്പോഴും ഹൃദയത്തെ ബുദ്ധിമുട്ടിക്കുമ്പോഴും നമ്മൾ അതിന്റെ വാല്യൂ മനസ്സിലാക്കാറില്ല. അതിലൂടെ നമ്മൾ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. പക്ഷെ അതിനൊരു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന ഹോസ്പിറ്റലിൽ പോകേണ്ട വന്നു, പിന്നെ അതിനു വേണ്ടി നമ്മൾ ചെലവാക്കുമ്പോഴാണ് അതിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയുക. ആ സ്ഥാനത്ത് നമ്മൾക്ക് ആ രോഗാവസ്ഥകൾ ഉണ്ടാവാതെ നോക്കുമ്പോൾ, ആ ഓരോ ബോഡി പാർട്സിന്റെയും വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ അതിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ തിരിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ ഓരോ അവയവത്തിന്റെയും പ്രവർത്തനങ്ങളെ കുറിച്ചൊന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. അത് ഇത്രത്തോളം പ്രവർത്തനങ്ങൾ എൻ്റെ ശരീരത്തിൽ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ഓരോ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ സാധിക്കും. എൻ്റെ കൈ ഉള്ളത് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ കൈകളോട് നമുക്കൊരു സ്നേഹം, ഒരു കെയറിങ് ഇതെല്ലാം തോന്നും. അല്ലെങ്കിൽ എന്താ ചെയ്യുക, ആ കൈ എത്ര മടുത്തിട്ടുണ്ടെങ്കിലും ചെയ്യാനുള്ള ജോലി ചെയ്ത് തീർക്കണമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നീട് നമുക്ക് ആ കൈകൾക്ക് വേദന വരുമ്പോഴാണ് നമ്മൾ തൈലോ എന്തെങ്കിലുമൊക്കെ എടുത്ത് പെരട്ടി എന്നിട്ടും എന്താണോ ജോലി ചെയ്യാനുള്ളത് ചെയ്യുക തന്നെ ചെയ്യും. ഒരിക്കൽ പോലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യാറില്ല എന്നുള്ളതാണ്. ഇവൻ നമ്മുടെ കണ്ണുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാലും അങ്ങനെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെ കുറിച്ച് എടുത്തു കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ നാം ഏതൊരു കാര്യം ചെയ്യുന്നതും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും പവർഫുൾ ആയിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്ന കാര്യമാണ് മിറർ പ്രാക്ടീസ് എന്നുള്ളത്. എത്ര പേരത് ചെയ്യുന്നുണ്ടാവാം? രാവിലെ എഴുന്നേറ്റ് സ്വന്തം മുഖം ഒന്ന് കണ്ട് ആ മുഖത്തിന് താങ്ക് യു പറഞ്ഞ്, ആ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്ക് താങ്ക് യു പറഞ്ഞ്, നമ്മെ സൃഷ്ടിച്ചവന് താങ്ക് യു പറഞ്ഞ് എത്ര പേര് രാവിലെ അത് ചെയ്യുന്നുണ്ടാവും? അത് ചെയ്യുന്നതിലൂടെ ആ ഒരു ദിവസം മുഴുവൻ നമുക്ക് എനർജറ്റിക് ആയിട്ടിരിക്കാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുമ്പോൾ എല്ലാ ദിവസവും ആ ചിരിക്കുന്ന മുഖം കാണാനും ഓരോ അവയവങ്ങൾക്ക് നന്ദി പറയാനും സാധിക്കുമ്പോൾ ആ ഓരോ അവയവങ്ങളും പൂർണ്ണമായും നാം അറിയാതെ ആരോഗ്യത്തിലേക്ക് എത്തുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് എന്താണോ ആ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന സമയത്ത് നമ്മൾ ആ ഓരോ അവയവത്തിന്റെയും കഴിവ് എന്താണോ, അല്ലെങ്കിൽ ആ ഒരു ഓരോ അവയവങ്ങൾ വെച്ച് നാം എന്താണോ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങളും കൂടി ഏറ്റു പറയുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ആ ഒരു മിറർ പ്രാക്ടീസിലൂടെ നമ്മളിലേക്ക് എത്തിക്കാൻ സാധിക്കും. എത്ര പേര് ഇതിൽ മിറർ പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. ഓക്കെ, ഈ ഒരു നിമിഷം ഞാൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ രൂപേണയുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ അതിലേക്കൊന്ന് നിങ്ങളുടെ ശ്രദ്ധയെ മാത്രം കൊണ്ടുവരിക. ആ രീതിയിൽ നിങ്ങൾ പിന്നീട് നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു മെമ്മറി കൊണ്ടുവന്നിട്ട് അതേപോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക. അപ്പൊ ബ്രീത്തിങ്ങിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ആ ശ്വാസം എത്രത്തോളം വിലപ്പെട്ടതാണെന്നൊന്ന് തിരിച്ചറിയുക.
ആ ശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തില് ജീവൻ നിലനിൽക്കുന്നത് എന്നതും മനസ്സിലാക്കി അതിനെ ഇഷ്ടത്തോടെ ആ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എൻ്റെ ശരീരവും അതിൻ്റെ എല്ലാ അവയവങ്ങളും എൻ്റെ ഉപബോധ മനസ്സിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിന് എൻ്റെ രോഗം എങ്ങനെ ഭേദമാക്കണമെന്നറിയാം. അതിൻ്റെ വിവേകബുദ്ധി എൻ്റെ എല്ലാ അവയവങ്ങളെയും, കോശങ്ങളെയും, മാംസപേശികളെയും, എല്ലുകളെയും രൂപപ്പെടുത്തിയെടുത്തു. എന്നിലുള്ള ഈ അനന്തമായ രോഗം ഭേദമാക്കുന്ന ശക്തിയുടെ സാന്നിധ്യം എൻ്റെ അസ്തിത്വത്തിൻ്റെ ഓരോ കോശത്തെയും രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എന്നെ പൂർണ്ണവും സമഗ്രവും ആക്കിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് എന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചികിത്സയ്ക്ക് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. എന്നിലുള്ള സൃഷ്ടിപരമായ ബുദ്ധിശക്തിയുടെ പ്രവർത്തനങ്ങൾ അത്ഭുതകരങ്ങളാകുന്നു. ഇതൊരു അഫർമേഷനാണ്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ്. അത് നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ എല്ലുകളെ കുറിച്ചും എന്താ പറയാ മാംസപേശികളെ കുറിച്ച്, കോശങ്ങളെ കുറിച്ച്, നമ്മുടെ ഓർഗൻസിനെ കുറിച്ച്, ഇതിനെല്ലാം കുറിച്ച് നമ്മുടെ ഉള്ളിലൂടെ ചിന്തകൾ വരികയും നാം അതിലേക്ക് കണക്റ്റഡ് ആവുകയും ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യം പൂർണ്ണമായും നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ മുൻപോട്ട് കൊണ്ടുപോവുക. ഞാൻ ആരോഗ്യവതിയാണ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ആ കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ച് എൻ്റെ സൃഷ്ടാവിന്റെ അനുഗ്രഹത്താൽ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന് പറയാൻ സാധിക്കണം. അത് പറയുമ്പോൾ നമ്മൾ ആരോഗ്യവതിയാണ് എന്ന് പറയുന്ന സമയം നമ്മുടെ ഉള്ളിലിരുന്ന് വേദനകളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചുമാണ് ചിന്ത വരുന്നതെങ്കിൽ നാം ആ കൊടുക്കുന്ന അഫർമേഷന് വാല്യൂ ഇല്ലാതെ വരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ സംസാരം. നമ്മൾ സംസാരിക്കുന്ന ഓരോ സംസാരവും അഫർമേഷനുകളായിട്ടാണ് മാറുന്നത്. അപ്പൊ നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്കൊരു വയ്യായ്മയുണ്ട്, നിങ്ങളത് ഒരാളോട് പറഞ്ഞു, ഓക്കെ, നിങ്ങളത് 10 പേരോട് പറയുമ്പോൾ നിങ്ങൾ ആ ആരോഗ്യത്തെ അല്ലെങ്കിൽ ആ ഒരു രോഗത്തെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ നിങ്ങൾ അട്രാക്ട് ചെയ്യുകയാണോ ചെയ്യുന്നത്, അതിനെ മാറ്റാനാണോ നോക്കുന്നത്? നമ്മൾ 10 പേരോട് പറയുന്നത് കൊണ്ട് അതിന്റെ രോഗാവസ്ഥ കുറയുന്നില്ലല്ലോ. അത് കുറയണമെങ്കിൽ നമ്മൾ തന്നെ അതിൽ പ്രവർത്തിച്ചാലേ അത് കുറയുന്നുള്ളൂ. അപ്പൊ നമ്മൾക്കുണ്ടാകുന്ന ഏതൊരവസ്ഥയും നമ്മൾ പറയേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അതിനെ വിപുലമാക്കി അത് ഭയങ്കരാണ്, സഹിക്കാൻ കഴിയാത്തതാണ്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളിൽ തന്നെ കൂട്ടായിട്ട് അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അതിങ്ങനെ വിപുലപ്പെടുത്തി പറയുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം എന്നുള്ളൊരു ചിന്തയിലേക്ക് വരും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് നമ്മൾ എന്താണോ റിപ്പീറ്റഡ്ലി പറയുന്നത് ആ കാര്യങ്ങളെ അങ്ങനെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുകയും അത് നമുക്ക് നിരന്തരം തരികയും ചെയ്യും. നമ്മൾ അതേപോലെ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് കൂടുതൽ നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരീര ഭാഗത്ത് എവിടെയെങ്കിലും ഒരു വേദനയുണ്ട്, പക്ഷെ അതിലപ്പുറം ആ ശരീരം കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെല്ലാം ഒന്ന് സന്തോഷത്തോടു കൂടി ഒന്ന് ഫീൽ ചെയ്ത് നോക്കിയേ. അപ്പൊ എന്തായിരിക്കും നമ്മളിൽ വരിക? അപ്പൊ നമ്മൾ ആ വേദനയെ പോലും നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും ഹീലിംഗ് പ്രോസസ്സിങ്ങിൽ ചെയ്യുന്നതും അത് തന്നെയാണ്. നമ്മൾ ആ വേദനയെ എടുക്കുന്നുണ്ടെങ്കിലും ആ വേദനയെ ഹീല് ചെയ്ത് അതിനെ ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലൂടെ എങ്ങനെയാണ് ആരോഗ്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക? ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതുകൊണ്ട് ആരോഗ്യം കിട്ടും തോന്നുന്നുണ്ടോ? കിട്ടുമോ? ആരെങ്കിലും ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേ. ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുമോ?
നമ്മുടെ ജീവിതത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈവൻ നമ്മുടെ ആരോഗ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മെ പഴിക്കാതിരുന്നാൽ മതി. അതായത് ഈവൻ എന്ത് വേദനയോ ബുദ്ധിമുട്ടോ എന്തുണ്ടായിക്കോട്ടെ, നമ്മൾ നമ്മളെ പഴിചാരുമ്പോൾ നമ്മൾ സൃഷ്ടിച്ചവനെ പഴിചാരുകയാണ് ചെയ്യുന്നത്. നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമ്മൾ എത്രത്തോളം ആരോഗ്യത്തോടെ, സുരക്ഷിതമായി, സന്തോഷത്തോടെ, സമാധാനത്തോടെയാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. അത് പൂർണ്ണമായും നമ്മൾക്ക് ദൈവം നൽകിയിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് വിടുന്നത്. അപ്പൊ അവിടെ നിന്നും പിന്നീട് നമ്മളുടെ ഈ ആരോഗ്യം ക്ഷയിച്ചതിന് കാരണവും നമ്മുടെ പല സാഹചര്യങ്ങളിലൂടെ നമ്മൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും അറിഞ്ഞതും കേട്ടതുമായ പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്നത് കൊണ്ടാണ്. പലപ്പോഴും കോമൺ ആയിട്ട് എല്ലാവരും പറയുന്ന കാര്യം എന്താണ്? ഇതെല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ നമ്മളും അതിനെ അക്സെപ്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഉള്ളതാണ്, എനിക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ നമ്മളിലേക്കും ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒരു പനി വന്നു എന്ന് പറഞ്ഞ് എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ അതിന്റെ ഒരു ഫിയർ, ഒരു ഡൗട്ട് വന്നാൽ കറക്റ്റായിട്ടും അത് നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടാവും. വീട്ടിലാണേലും ആയിക്കോട്ടെ, നമ്മുടെ കൂടെ ഉള്ളവരിലായിക്കോട്ടെ, ആർക്ക് എന്തൊരു അസുഖം വന്നാലും നമ്മളിലേക്ക് വരുന്നതിന്റെ കാരണം നമ്മുടെ ഉള്ളിലുള്ള ഒരു ഡൗട്ടും ഫിയറുമാണ്. എനിക്ക് ആരോഗ്യമുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുമ്പോൾ എന്നിലേക്ക് ആ രോഗം എത്തുന്നില്ല. ആ സമയത്ത് ഈ ഒരു അസുഖമുണ്ടല്ലോ, ഇത് വന്നാൽ എല്ലാവർക്കും പകരുന്നതാണ് എന്നൊരു തോട്ട് നമ്മുടെ ഉള്ളിലൂടെ പോകുമ്പോൾ ആ തോട്ടിലൂടെ അതിനെ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കടത്തുകയും ആ രോഗാവസ്ഥ നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കും, നമ്മുടെ ശരീരം ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കഥയിലൂടെ നമുക്കതൊന്ന് മനസ്സിലാക്കാം എന്നുള്ളതാണ്. അതായത് മരിയ എന്നൊരു പെൺകുട്ടി നല്ല കാശുള്ള വീട്ടില് അച്ഛൻ്റെ അമ്മയുടെ ഒറ്റ മോളായിരുന്നു. അത് നല്ല സന്തോഷമായിട്ട് ജീവിച്ചതാണ്. ആ മകളുടെ അച്ഛൻ മരണപ്പെട്ടു പോയി. 5 വയസ്സായപ്പോഴത്തേക്ക് അച്ഛൻ മരണപ്പെട്ടു പോയി. പിന്നെ അമ്മയും മോളും തന്നെ സന്തോഷമായിട്ട് ജീവിച്ചു പോന്നു. മകള് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. നല്ലവണ്ണം പഠിച്ച് മിടുക്കിയായി. MBA എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവള് വീടിന്റെ ബിസിനസ് തന്നെ ചെയ്യാൻ വേണ്ടി അമ്മയുടെ കൂടെ ചെയ്യാൻ തീരുമാനിച്ചു. അവരൊരുമിച്ച് സന്തോഷമായിട്ട് മുൻപോട്ട് പോയപ്പോൾ അമ്മയ്ക്കും മകളെക്കുറിച്ച് നല്ല അഭിപ്രായം, നല്ല ഇഷ്ടവും സ്നേഹവും ഒക്കെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടുന്ന അവളുടെ കഴിവിനും സൗന്ദര്യത്തിനും ഇണങ്ങുന്ന ഒരു വരനെ കണ്ടെത്തുകയും അതിൽ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണ് അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം തല ഇറങ്ങി വീഴുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് അറിയുന്നത് അമ്മയ്ക്ക് ഒവേറിയൻ ക്യാൻസർ ആണെന്നുള്ളത്. അത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടെങ്കിലും അതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. അപ്പൊ ഡോക്ടർ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് 2 ആഴ്ചത്തെ ഹോസ്പിറ്റൽ വാസവും കഴിഞ്ഞ് അവർ വീട്ടിൽ തിരിച്ചെത്തുന്നത്, ആള് സ്ട്രെച്ചറിലാണ് തിരിച്ചു വീട്ടിലെന്ന്. പിന്നെ കുറഞ്ഞൊരു കാലയളവ് മാത്രമാണ് അമ്മ ജീവനോടെ ഉണ്ടായിരുന്നത്, 20 ദിവസം. അതിനുശേഷം അമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മോള് തനിച്ചാകുകയും അല്ലാതെ ബുദ്ധിമുട്ടുകയും ചെയ്തു. ആ സമയത്ത് അമ്മയെ ചികിത്സിച്ച ഡോക്ടർ തന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് പാരമ്പര്യമായിട്ടുണ്ടാകുന്ന ക്യാൻസർ ആണ്, അതുകൊണ്ട് നിങ്ങളും അതൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ഇരിക്കണം. ആദ്യമേ തുടക്കത്തിലെ നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളൊരു വാക്ക് ആ ഡോക്ടർ ഇവരോട് പറയുകയും ചെയ്തു. ഈ പെൺകുട്ടി അതുകൊണ്ട് തന്നെ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒക്കെ നെഗറ്റീവാണ്. അപ്പൊ അതുകൊണ്ട് ഇനി കൂടുതൽ നോക്കിയിരിക്കേണ്ട. അപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു ഭയം ഉള്ളിലുണ്ട്, അമ്മയ്ക്ക് ഉണ്ടായ കാര്യം എനിക്കും ഉണ്ടാവുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാകണം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു. പക്ഷെ 2 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവാതായപ്പോൾ അവർ വീണ്ടും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആളുടെ ഓവറിയിലും ഒരു സിസ്റ്റ് വളരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് ടെസ്റ്റ് ചെയ്തപ്പം അത് ട്യൂമർ ആണെന്ന് മനസ്സിലാവുകയും ചെയ്തു. അമ്മയുടെ അവസ്ഥ തന്നെയാണ് മകൾക്കെന്ന് അറിയുകയും ഇനിയൊരു മക്കൾ ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരികയും ചെയ്തു. ഈ ഭർത്താവ് മകളെ ഭാര്യയെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ കുട്ടി മരിയയെ നല്ല ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്ത് ആൾ സുഖപ്പെട്ടു. അസുഖങ്ങളെല്ലാം മാറി. പക്ഷെ അവൾ ആകെ ഒറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആ ഒരു ഒറ്റപ്പെടലില് അവൾ വല്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അവളുടെ അമ്മയുടെ കസിൻസിന്റെ നാട്ടിലേക്ക് പോവുകയും അവിടെ ചെന്ന് അവര് നല്ല സന്തോഷത്തോടെ ഇവളെ സ്വീകരിക്കുകയും എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്
മരിയനോട് പറയുന്നുണ്ട്, എന്നാലും കുട്ടി നിനക്ക് ഈ അസുഖം ഉണ്ടാകേണ്ടതല്ലല്ലോ എന്നിങ്ങനെ എടുത്തു പറഞ്ഞപ്പോൾ മരിയയ്ക്ക് ഒരു ഡൗട്ട് തോന്നി, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരുപാട് ഇമ്പ്രസ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നീ ആ അമ്മയുടെ മകളല്ല എന്നുള്ളത്. അപ്പൊ ആദ്യം അതൊരു ഷോക്കായിരുന്നെങ്കിലും അവള് തിരിച്ചറിഞ്ഞ പെട്ടെന്ന് അവള് ചിന്തിച്ച എന്താണെന്ന് വെച്ചാൽ, ബയോളജിക്കൽ മദർ അല്ല, എന്നിട്ടും എനിക്ക് ഈ രോഗം എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഒരു ഡോക്ടറെ വിളിച്ച് സംസാരിക്കുകയും അത് എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ സയന്റിഫിക്കലി ഉള്ള എല്ലാ കാര്യങ്ങളും നടത്തി കഴിഞ്ഞപ്പോൾ ഇവളുടെ ഉള്ളിൽ തന്നെ അതുണ്ടായി വന്നതിന്റെ കാരണം ഇവളുടെ ഉള്ളിലെ ആ ഒരു തോട്ട്, അതെനിക്ക് ഉണ്ടാവുമോ എന്നുള്ള ഒരു ഭയം, ഞാൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എന്നുള്ള ആ ഒരു ഭയം ഉള്ളിൽ ഉണ്ടായിട്ട് ആ കുട്ടിയിൽ ആ ഒരു രോഗം ഉണ്ടായതാണ്. അപ്പൊ നമ്മൾ സാധാരണ എല്ലാവരും എന്താണ്, നമ്മുടെ കൂടെയുള്ളവരിലാണേലും മറ്റ് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കാണേലും എന്തെങ്കിലും ഒരു രോഗാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ചിന്തിക്കുന്നത്, ഇത് എനിക്കും ഉണ്ടാവുമോ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് മനസ്സിലാവുന്നത്, നമ്മൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാലും നമ്മളോട് ചോദിക്കുന്നത്, ഏതൊരു അസുഖത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാലും പാരമ്പര്യമായിട്ട് വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മുടെ തലമുറകളിലേക്ക് നമ്മുടെ ചിന്തകൾ പോകും, ആർക്കെങ്കിലും ഈ രോഗാവസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ അതിനെ സെർച്ച് ചെയ്ത് തുടങ്ങുകയാണ്, ഇനി ആരെങ്കിലും ഉണ്ടോ, അതുകൊണ്ട് എനിക്ക് ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചിന്ത പോവുകയും നമ്മൾ അതിനെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അറിയേണ്ടത്, നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ ചിന്തകളെ, അല്ലെ നമ്മുടെ വിശ്വാസത്തെ, ഇതിനെ മുറുകെ പിടിക്കുക. അതിൽ നമ്മൾ എത്രത്തോളം പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് കൊടുക്കാൻ സാധിക്കുമോ, വിശ്വാസത്തോടെ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നമ്മൾക്ക് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം എന്താണോ ചിന്തിക്കുന്നത് അതായി നമ്മൾ മാറുന്നുണ്ട്. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ വിശകലനം ചെയ്യുക എന്നുള്ളതാണ്. എൻ്റെ ഉള്ളിൽ പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണോ നെഗറ്റീവ് ചിന്തകളാണോ എത്തുന്നത്? ഈ നെഗറ്റീവ് ചിന്തകൾ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം ലഭിക്കുന്നത്? ആ പ്രയോജനങ്ങൾ നിങ്ങളൊന്ന് എഴുതി വെക്കുക. നെഗറ്റീവ് ചിന്തകൾ, ആ നെഗറ്റീവ് ചിന്തകൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചും ഒന്ന് എഴുതി വെക്കുക. ഇതിൽ എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തു വരുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു തിരിച്ചറിവിലൂടെ നിങ്ങളുടെ ഉള്ളിൽ നിന്നും അതിനെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ ദിവസവും നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ വീക്ഷിക്കുക. അതിൻ്റെ ഗുണങ്ങളും കുറവുകളും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് എഴുതി വെച്ചിട്ട് അതിനെ മനസ്സിലാക്കി അതിലൂടെ എൻ്റെ ഹെൽത്ത് എങ്ങനെ എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകാം എന്ന് മനസ്സിലാക്കി, പാരമ്പര്യമായിട്ട് കിട്ടും എന്ന് ചിന്തിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെയും എടുത്തെഴുതി, അത് പാരമ്പര്യമായിട്ടാണോ എന്നിൽ വന്നിട്ടുള്ളത്, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടല്ലേ, അതിനെ ഭയപ്പെട്ടിട്ടല്ലേ എന്ന പല രീതിയിലുള്ള തിരിച്ചറിവുകളിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറി നിൽക്കാനും അതിലൂടെ നമ്മുടെ ഉള്ളിലുണ്ടായ ഓരോ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഹീല് ചെയ്യാനും സാധിക്കുകയും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്യും. അത് ഒരു ദിവസം ചെയ്തത് കൊണ്ടാവില്ല. വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അത് കൺസിസ്റ്റന്റ് ആയിട്ട് മുൻപോട്ട് ചെയ്യുക തന്നെ വേണം. കുറഞ്ഞത് 21 ദിവസവും അല്ലെ 90 ദിവസവും വരെയും നമ്മൾ അത് കണ്ടിന്യൂസ്ലി ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു അഫർമേഷൻ പറഞ്ഞു തരുന്നതാണ്, ഹെൽത്തിന്റെ ഒരു അഫർമേഷൻ. അത് എഴുതിയെടുക്കുകയോ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനു മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്കിലും നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ഓരോ കോശവും അവയവങ്ങളും ശ്രേഷ്ഠവും പൂർണ്ണവും ആക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ സമ്പൂർണ്ണ ശരീരം പൊരുത്തവും ആരോഗ്യവുമുള്ള പൂർവസ്ഥിതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു കാര്യത്തെ നിങ്ങൾ 21 ദിവസമോ 90 ഡേയ്സോ പൂർണ്ണമായിട്ടും ഈ ഒരു അഫർമേഷൻ എഴുതുകയും, അത് എഴുതുമ്പോൾ അതിനെ ഫീൽ ചെയ്ത് എഴുതുക, മറ്റു ചിന്തകളിലൂടെ വെറുതെ എഴുതുകയല്ല. നിങ്ങളുടെ ഉള്ളിൽ അത് പറയുമ്പോൾ എൻ്റെ ഓരോ കോശവും അവയവങ്ങളും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ കോശങ്ങളെയും അവയവങ്ങളെയും നിങ്ങൾ തിരിച്ചറിയുക. അത് പൂർണ്ണവും ശ്രേഷ്ഠവും ആക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് പരിപൂർണമായിട്ടും ശ്രേഷ്ഠമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഫീൽ ചെയ്യുക. അതോടൊപ്പം എൻ്റെ സമ്പൂർണ്ണ ശരീരം പൊരുത്തവും ആരോഗ്യവുമുള്ള പൂർവ്വസ്ഥിതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പൊ എന്തവസ്ഥയായിക്കോട്ടെ, പക്ഷെ നിങ്ങൾ അതിന്റെ പൂർവ്വസ്ഥിതിയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതും അതിനെ ഫീൽ ചെയ്താണ് നിങ്ങൾ എഴുതേണ്ടതും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന്
ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജോയിൻ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. അതോടൊപ്പം ഒന്നുകൂടി പറയുമേ. എന്റെ ഓരോ കോശവും അവയവങ്ങളും ശ്രേഷ്ഠവും പൂർണ്ണവും ആക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ സമ്പൂർണ്ണ ശരീരം പൊരുത്തവും ആരോഗ്യവുമുള്ള പൂർവസ്ഥിതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ കഴിയുന്നവരെല്ലാവരും ഇതിന്റെ റെക്കോർഡ് വീണ്ടും കാണുകയും ഇത് എഴുതിയെടുക്കുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ കീഴിൽ ഹീലി ഹബിന്റെ കീഴിൽ കൗൺസിലിംഗ് ഉണ്ട്, പേരൻസിന് വേണ്ടുന്ന ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൈൻഡ് പവറിന്റെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പേഴ്സണൽ മെന്ററിങ് വിത്ത് EFT, മൈൻഡ് പവർ വിത്ത് EFT ചെയ്യുന്നുണ്ട്. ഇതിലേക്കൊക്കെയും നിങ്ങൾക്കറിയുന്ന ഓരോരുത്തരിലേക്കും ഈ അറിവിനെ എത്തിച്ചു കൊടുക്കുക. ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം.